കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മത്തങ്ങയും കായും അതുപോലെ തന്നെ ചേനയും ഒക്കെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ എക്സ്ട്രാ എടുത്തത് ക്യാരറ്റ്, കിഴങ്ങ്, അതുപോലെ തന്നെ ഒരു വഴുതനങ്ങ, ഒരു സവോള, ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ടാണ് നമ്മളിന്ന് കൂട്ടുകറി വെക്കുന്നത്. അപ്പം ഇതിങ്ങനെ ഒരു ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ ഒരു തക്കാളിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വൻപയർ ആദ്യം തന്നെ ഒന്ന് കുതിർത്തിട്ട് ഒരു 3-4 വിസിൽ വരെ കുക്കറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കഷ്ണങ്ങളും അതിനകത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് അടിച്ചെടുക്കണം. പിന്നെ തേങ്ങ ഒതുക്കുന്നതിനകത്ത് കറിവേപ്പിലയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഇട്ടിട്ടാണ് തേങ്ങ ഒതുക്കിയെടുത്തത്. അപ്പോൾ കഷ്ണം ഒരുമാതിരി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ വറുത്ത് അതുപോലെ തന്നെ കറിവേപ്പിലയും പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് ഇടുന്നുണ്ട്. അപ്പം അരച്ച് വെച്ച അരപ്പും അതുപോലെ തന്നെ നമ്മുടെ കടുക് വറുത്തതും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കണേ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഷ്ണത്തേലെല്ലാം സെറ്റാക്കി പിന്നെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് വേണം, കുറച്ച് എരിവൊക്കെ വേണം. അപ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മസാലയും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച്